മുനമ്പം സമരസമിതി അംഗം ഫിലിപ്പ് ജോസഫിലേക്ക്. ശ്രീ ഫിലിപ്പ് ജോസഫ്, എന്താണ് ഇന്ന് മുനമ്പത്ത് കണ്ടത്? നമസ്കാരം. ഇന്ന് മുനമ്പത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹ സഫലീകരണമാണ് ഇന്ന് മുനമ്പത്ത് കണ്ടത്. ഞങ്ങൾക്കൊരു ഉറപ്പ് വേണമായിരുന്നു, അത് ഇത്രയും വലിയൊരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ ഉറപ്പിൻ്റെ സഫലീകരണമാണ് ഇന്ന് മുനമ്പത്ത് കണ്ടത്. യെസ്, ശ്രീ ഫിലിപ്പ് ജോസഫ്, ഈ മുനമ്പം ഒരു സൂചനയാണെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? അതായത് നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്ന കേന്ദ്രമന്ത്രിമാർ, BJP നേതൃത്വം, അവർ പറഞ്ഞ വാക്ക് പാലിച്ചുവെന്ന, അങ്ങ് തന്നെ പറഞ്ഞ ആഗ്രഹ സബലീകരണം അല്ലെങ്കിൽ ഉറപ്പിൻ്റെ സബലീകരണം എന്ന വാക്ക്, ഈ മുനമ്പത്ത് നമ്മൾ ഇന്ന് കണ്ടത് ഒരു നന്ദി പറച്ചിലാണല്ലോ. അത് ഒരു വലിയ സൂചനയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആപത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നവൻ ആരാണ്, അവനോട് തിരിച്ച് നന്ദി കാണിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ആപത്തിൽ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങൾ അവരോട് തിരിച്ച് ഞങ്ങളുടെ ഒരു നന്ദി കാണിക്കുന്നു. അതൊരു മനുഷ്യ സഹജമാണ്, അതിൽ രാഷ്ട്രീയമില്ലതില്ല. ഞങ്ങളെ ആരോ രക്ഷിക്കാൻ വന്നു, അവരോട് ഞങ്ങൾ തിരിച്ച് നന്ദി കാണിച്ചു, അത്രയേ ഉള്ളത്. മറ്റൊന്ന് ശ്രീ ഫിലിപ്പ് ജോസഫ്, ഈ ഒരു വാക്കുപാലിക്കലുണ്ടല്ലോ, അത് പൂർത്തിയായോ? ഈ സഫലീകരണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഒക്കെ ആശങ്കകൾ അവസാനിച്ചു എന്ന് തന്നെയാണ്. അവസാനിച്ചു എന്നല്ല ഞങ്ങൾ പറയും. ഞങ്ങൾ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഡ്രാക്കോണിയൻ ലോ ഉണ്ടല്ലോ, വഖഫ് എന്നൊരു ഡ്രാക്കോണിയൻ ലോക്ക്, ഇതിനൊരു ഒരു അവസാനം വന്നിരിക്കുന്നു തന്നെ പറയാം. കാരണം ഞങ്ങളുടെ നിയമത്തിന് തടസ്സമായി നിർണയിച്ച കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാത്തിനും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് നടക്കില്ലെന്ന് നമ്മൾക്കറിയാം. കാരണം ഇതൊരു ജുഡീഷ്യറി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കുമെന്നറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഉറപ്പ്, നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അയച്ചു തന്നിരിക്കുന്ന ഒരു ഉറപ്പാണ്. അപ്പോൾ ആ ഉറപ്പ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പാലിക്കപ്പെടും, ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. കാരണം വേറെ ആരാണ് ഇതിൽ കൂടെ ഉറപ്പ് ഞങ്ങൾക്ക് ഈ രാജ്യത്ത് തരാനുള്ളത്? അപ്പോൾ അത്രയും വലിയൊരു ഉറപ്പ് കിട്ടുമ്പോൾ ഞങ്ങൾക്കതിൽ വളരെയേറെ സന്തോഷമാണ്. കാരണം ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ എത്തിച്ചേരാൻ. പക്ഷെ ഞങ്ങൾക്ക് എത്തിച്ചേർന്നു. അതിന് ഇനിയും കുറച്ച് കടമ്പകളുണ്ട്. ഏതായാലും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടില്ല, ഇനി കുറച്ച് കാര്യം കൂടി ഉണ്ടാവും ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം തന്നിരിക്കുന്ന ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾക്കതിൽ ആരോടും, മറ്റുള്ളവർക്ക് പല പ്രൊപ്പഗാൻഡ ഉണ്ടാവും, മറ്റുള്ളവർക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഉറപ്പാണ്, അല്ലാതെ വേറെ ആരുടെ ഉറപ്പ്. അതായത് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾ ആശ്വാസം എന്നൊന്ന് എവിടെ നിന്നാണോ കിട്ടേണ്ടത്, ആ ഭരണകൂടത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾക്ക് ആശ്വാസം, പല സ്ഥലത്ത് ഞങ്ങൾ ആശ്വാസം തേടിപ്പോയി, എല്ലാവരും ഞങ്ങളെ ആശ്വസിപ്പിച്ച് വിടുമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. നിങ്ങളുടെ കാര്യം പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു പൂർണ്ണ ഉറപ്പ്, അതും നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്കൊരു ഉറപ്പ് തരുമ്പോൾ ഞങ്ങൾക്ക് വേറെ ആരുടെ വാക്കാണ് ഞങ്ങൾ നോക്കേണ്ടത്? ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉറപ്പല്ലേ, ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഉറപ്പല്ലേ ഇത്, മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ളത്.